ഹായ് ഹലോ ഗൈസ്. വൈക്കത്ത് അഷ്ടമി നടക്കുകയാണ്. അതിനോട് തന്നെ അനുബന്ധിച്ച് നടക്കുന്നതാണ് അഷ്ടമി ഫെസ്റ്റ്. അത് നമ്മുടെ ലേക്ക് സൈഡിലെ ഗ്രൗണ്ടിലാണ് അത് നടക്കുന്നത്. അഷ്ടമി ഫെസ്റ്റ് തന്നെ ആകർഷകമായി കാണുന്നത് ഈ കാണുന്ന സ്റ്റാച്യു ആണ്. ഡയനോസറിൻ്റെയും അതുപോലെ തന്നെ പരുന്തിൻ്റെയും ഒരു സ്റ്റാച്യു ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന സ്റ്റാച്യൂസാണ് ഇത് രണ്ടും. കുട്ടികൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും. കാരണം ഈ സ്റ്റാച്യൂസ് രണ്ടും കിടന്ന് മൂവ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന സംഭവം. എന്തായാലും നമുക്ക് ഈ അഷ്ടമി ഫെസ്റ്റ് എന്താണെന്ന് നമുക്ക് പോയി കണ്ടു നോക്കാം. ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 100 രൂപയിൽ താഴെ മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ കയറുമ്പോൾ കാണുന്നത് ഈ ഒരു ലൈറ്റ് ഷോ ആണ് ഗൈസ്. ഫുൾ LED ലൈറ്റ്സിൻ്റെ കുറേ സംഭവങ്ങളാണ്. അതിനുശേഷം കാണുന്നത് ഈ ഒരു അവതാറിൻ്റെ ഒരു സെറ്റപ്പാണ്. അവതാറിൻ്റെ ഒരു തീമാണ്. ഫോറസ്റ്റും കാര്യങ്ങളും കുറേ മൃഗങ്ങളും ആ സിനിമയിലെ പോലെ തന്നെയാണ് അതിൻ്റെ തീം. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ഈ കുറേ റോബോട്ട്സുകളാണ് കേട്ടോ. അടുത്തുള്ളവർ റിമോട്ടിൻ്റെ കൺട്രോളിലാണ് ഈ റോബോട്ടുകളെ നിയന്ത്രിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം റോബോട്ട്സൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് ഹാൻഡ് ഷേക്കൊക്കെ ചെയ്യും. നമ്മുടെ അടുത്ത് വന്ന് ഇതുപോലെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ കാണിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണത്. അതിനുശേഷം കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കാണുന്നത് ഇതുപോലെ കുറേ വണ്ടർലയിലൊക്കെ കാണുന്ന പോലെ ഇതുപോലെ കുറേ റൈഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് കാണാനുള്ളത്. അതും കൂടാതെ വേറെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ ഗെയിംസും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. കാരണം ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം പോലെ നല്ല രസമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പാർക്കിലൊക്കെ പോലെ തന്നെയുള്ള കുറേ റൈഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഗൈസ്. അതുമില്ല, എൻ്റെ കുഞ്ഞാവ് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഓരോ ഇതിലൊക്കെ കയറുന്നത് കേട്ടോ. ഈ ഉത്സവത്തിനൊന്നും അങ്ങനെ സാധാരണ ഒന്നും അങ്ങനെ പോവാറില്ലായിരുന്നു. ഇപ്പോൾ കുറേ നാൾ കൂടിയാണ് അങ്ങനെ ഉത്സവത്തിനൊക്കെ അങ്ങനെ പോകുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് കുഞ്ഞാവ് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ കയറുന്നത്. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മുതിർന്നവർക്ക് ഇതുപോലെ കുറേ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻജോയ് ചെയ്യാൻ പറ്റിയത്. അത് മാത്രമല്ല ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന സ്കൈ ഡൈനിങ്ങും അതും അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ സ്കൈ ഡൈനിങ് ഫസ്റ്റ് ടൈം വരുന്നത് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.